ഏവർക്കും കല്ലാധുനി ന്യൂസിലേക്ക് സ്വാഗതം. വോട്ടംഗം 2024 കേരളം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലേത് കഴിഞ്ഞിട്ട് ദിവസങ്ങളേറെയായി. 7 ഘട്ടങ്ങളായുള്ള രാജ്യ തെരഞ്ഞെടുപ്പിലെ 6 ഘട്ടങ്ങൾ അവസാനിച്ചു. ജൂൺ 1 അവസാനഘട്ട വോട്ടെടുപ്പും പൂർത്തിയാകും. വോട്ടെണ്ണൽ ജൂൺ 4 അന്ന് ഏതാണ്ട് ഉച്ച കഴിയുന്നതോടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും ജനങ്ങളുടെയും ആകാംക്ഷയ്ക്ക് പരിസമാപ്തിയുണ്ടാകും. ആര് ജയിക്കും, ആര് തോൽക്കും, ആര് പ്രധാനമന്ത്രിയാകും എന്ന ചൂടുപിടിച്ച ചർച്ചകൾ പല കോണുകളിൽ കത്തിപ്പടരുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ തന്നെ അധികാരത്തിലെത്തും എന്നതിൽ സംശയമില്ല. നമ്മുടെ രാജ്യം നേരിടുന്ന വെല്ലുവിളി നല്ലൊരു പ്രതിപക്ഷമില്ലെന്നതാണ്. ഉള്ളതാകട്ടെ അഴിമതി കൂടാരവും. രാജ്യസ്നേഹത്തിലുപരി രാജ്യവിരുദ്ധതയും മോദി വിരുദ്ധതയും മാത്രമാണ് അവരുടെ അജണ്ട. തൽക്കാലം നമുക്കവിടം വിടാം. കേരളത്തിൻ്റെ കാര്യമാണ് ഞാനിവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ കേരളത്തിലെ ഇടതുപക്ഷ മാധ്യമങ്ങൾ പറയുന്നത് പോലൊന്നുമല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. എന്തെന്നാൽ അവർ അവരുടെ ആഗ്രഹമാണ് പറഞ്ഞു വയ്ക്കുന്നത്, അല്ലാതെ ജനങ്ങളുടെ ആഗ്രഹമല്ല. അവർ പറയുന്നതൊന്നും ഗ്രൗണ്ട് റിയാലിറ്റിയുമല്ല. അത് അവരുടെ വയറ്റിപ്പിഴപ്പിൻ്റെ മാർഗം. അവരെല്ലാം ചില ലോബികളുടെ കയ്യിലെ കളിപ്പാവകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളൊക്കെ കണ്ണുകെട്ടിയ അവസ്ഥയിലുമാണ്. ഇതിനൊരു മാറ്റം ഉണ്ടാകുമ്പോഴേ കേരളത്തിനും ഉയർച്ചയുണ്ടാകൂ. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചതെന്നല്ലേ? കഴിഞ്ഞ തവണത്തേതിനെ അപേക്ഷിച്ച് ഇത്തവണ ഓരോ മണ്ഡലത്തിലും 60,000 മുതൽ 1,00,000 വരെ വോട്ടിൻ്റെ കുറവുണ്ടായിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിമാറ്റിയവർ, മോദി ഭരണം വരുമെന്ന് വിചാരിച്ച് വോട്ട് ചെയ്യാതെയും അനുവദിക്കാതെയും മാറി നിന്നവർ, കൂടാതെ LDF UDF വിരുദ്ധ വികാരം വേറെയും. എന്നാൽ BJPക്കായി ഒരു മോദി തരംഗം ചെറുതായെങ്കിലും ജനഹൃദയങ്ങളിൽ എത്തിയിട്ടുണ്ട് എന്നത് ഒരു നഗ്നസത്യം കൂടിയാണ്. അതിൻ്റെ ഫലം ജൂൺ 4 വോട്ടെണ്ണുമ്പോൾ തീർച്ചയായും പ്രതിഫലിച്ചിരിക്കും. അപ്പോൾ ഈ മാമകളൊക്കെ എന്താണ് എഴുതാൻ പോകുന്നത്? പല രീതിയിൽ പല കുതന്ത്രങ്ങളും കേരളത്തിൽ പയറ്റിയെങ്കിലും പല അവലോകനങ്ങളും ജലസംസാരവും അവരുടെ മനസ്സും പറയുന്നതനുസരിച്ച് കേരളത്തിൽ BJPക്ക് 4 മുതൽ 7 വരെയും, LDFന് 0 മുതൽ 2 വരെയും, UDFന് 10 മുതൽ 14 വരെയുമുള്ള സീറ്റ് സാധ്യതകളാണ് തെളിയുന്നത്. കഴിഞ്ഞ 20 വർഷമായി രാഷ്ട്രീയ അവലോകനങ്ങളും ഇലക്ഷൻ വാർത്തകളും നൽകി വന്നിരുന്ന കല്ലാധുനി ന്യൂസ് എന്ന മാധ്യമ സ്ഥാപനത്തിൻ്റെ ചീഫ് എഡിറ്ററായ സുഭാഷ് കുറുപ്പ് എന്ന എനിക്ക് തൊണ്ടയിൽ വോയിസ് കോഡിലുണ്ടായ ഒരു സർജറിയെ തുടർന്ന് ഇത്തവണ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കാനാവാതെ വന്നതിൽ ഖേദിക്കുന്നു. മുൻ നാവികസേനാ ഉദ്യോഗസ്ഥനും ഇലക്ട്രോണിക് എഞ്ചിനീയറും ജേർണലിസ്റ്റുമാണ് ലേഖകൻ. കല്ലാധുനി മാസിക ഞങ്ങളുടെ പ്രിൻ്റ് പ്രസിദ്ധീകരണമാണ്. ഓൺലൈൻ പോർട്ടലാണ് kaladhuninews.com.